ടി.എസ്. സജീവൻ കേൾക്കാമോ? കേൾക്കാം. ഇന്ന് വാർത്താ സമ്മേളനം, ഇന്ന് അൻവറിന്റെ ദിവസമായിരുന്നല്ലോ. രാജിക്ക് ശേഷം അൻവർ നടത്തിയ വാർത്താ സമ്മേളനം, തുടർന്ന് വിവിധ മാധ്യമങ്ങളിൽ നൽകിയ അഭിമുഖങ്ങൾ, ഇതിനൊക്കെ ശേഷം വി.ഡി. സതീശന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. വാതിൽ തുറന്നിട്ടുമില്ല, അടച്ചിട്ടുമില്ല. അപ്പോൾ പി.വി. അൻവറിന്റെ അടുത്ത വഴി എന്നുള്ളത് UDF ആണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? വാതിൽ തുറക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? തീർച്ചയായിട്ടും അൻവർ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ പിണറായിസം ഇല്ലാതാക്കാനായിട്ടുള്ള ശ്രമം, അതായത് അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു പിണറായിയും CPM-ഉമാണ്, അതില്ലാതാക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം ഒന്നാമതായിട്ട് പറയുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ പി.വി. അൻവർ എന്ന് പറയുന്നത് നല്ല കച്ചവടക്കാരനാണ്. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ പോയിട്ട് കച്ചവടം ഏതാണ്ട് ഉറപ്പിച്ച് അച്ചാരം കൊടുത്ത് വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സാധ്യത, അതായത് തനിക്ക് ഇവിടെ കേരളത്തിൽ ഇനി ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു സാധ്യത അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ UDF-നെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന പഴയൊരു ഇതുണ്ട്, അടിയൻ ലച്ചിപ്പോ എന്ന് പറയുന്ന രീതിയിൽ. അങ്ങനെ അടിയൻ ലച്ചിപ്പോ എന്ന് പറഞ്ഞിട്ടാണ് അൻവർ നിൽക്കുന്നത്. പക്ഷേ അദ്ദേഹം കൊടുക്കുന്ന പായസത്തിൽ, വാഗ്ദാന പായസത്തിൽ അദ്ദേഹം കുറച്ച് പാഷാണം കൂടി കലർത്തുന്നുണ്ട്. അതായത് നിലമ്പൂരിൽ ഞാൻ മത്സരിക്കില്ല, പകരം VS ജോയ് മത്സരിക്കണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരാളെ കൂടി ശത്രുവായിട്ട്, പിണറായി മാത്രമല്ല അദ്ദേഹത്തിന് ശത്രുവായിട്ടുള്ളത് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് കൂടിയാണ്. ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുള്ള ചോദ്യം താങ്കൾ പറഞ്ഞ പോലെ പല ഇൻ്റർവ്യൂവിലും പല ആളുകൾ ചോദിച്ചു, ഷൗക്കത്തിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പരിഹാസ രൂപേണ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതല്ലേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നല്ല എഴുത്തുകാരനാണ്, സിനിമക്കാരനാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഓരോരുത്തർക്കും പറ്റുന്ന പണിയല്ലേ എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണല്ലോ. ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ രാഷ്ട്രീയ പണിയെടുക്കാൻ വരേണ്ട, MLA ആവാൻ വരേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഷൗക്കത്തിന് വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നു പറയുന്നു. പക്ഷേ ജോയിയാണ് മത്സരിക്കുന്നതെങ്കിൽ 30,000 വോട്ട് ഷുവർ, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 30,000-ആണ്. പക്ഷേ ആര്യാടൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്കൊരൊറ്റ വോട്ടല്ലേ ഉള്ളൂ, ആ നിലമ്പൂരിലല്ലല്ലോ എന്നും പറയുന്നത്. അതിൻ്റെ അർത്ഥം ആര്യാടൻ ഷൗക്കത്താണ് അവിടെ മത്സരിക്കുന്നതെങ്കിൽ അദ്ദേഹം അവിടെ ഏതാണ്ട് ഫിനിഷ് ചെയ്യും. ഇതാണ് അൻവറിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൻവർ തൻ്റെ തട്ടകം, തനിക്ക് നേരത്തെ DMK-യിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കി, അത് പറ്റുന്നില്ല വന്നു. UDF-ൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൽ ചേക്കേറാൻ പറ്റുമോ അങ്ങനെ നോക്കി, അപ്പോഴവിടെ ബൽറാം ഉൾപ്പെടെയുള്ള ആളുകളെല്ലാവരും കൂടി തടയുന്നൊരവസ്ഥ വന്നു. അത് കഴിഞ്ഞിട്ട് ലീഗിൻ്റെ ശ്രമം, അപ്പോൾ ലീഗിലും നേരിട്ട് എടുക്കുന്ന ഒരവസ്ഥയില്ലാതായി. അവർക്കൊക്കെ അൻവറിനെ വേണം, CPM-നെ തല്ലാനായിട്ട് വടിയായിട്ട്. പക്ഷേ അങ്ങനെ നേരിട്ടെടുക്കുമ്പോഴുള്ള ഒരു കാര്യം സതീശൻ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അത് വാതിൽ തുറന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ, അല്ല അടച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ തുറന്നിട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം തുറന്നാൽ കോൺഗ്രസ്സിനകത്ത് പ്രശ്നമാകുമെന്ന് സതീശൻ അറിയാം. കാരണം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ അൻവർ. അദ്ദേഹം ആര്യാടൻ മുഹമ്മദ് ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന ആളാണ്. ആര്യാടൻ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റിയില്ല. ആര്യാടിന് ശേഷം പിന്നീട് ഷൗക്കത്ത് മത്സരിച്ചപ്പോൾ ആണ് ഇദ്ദേഹം ഷൗക്കത്തിനെ തോൽപ്പിച്ചിട്ട് CPM-ൻ്റെ പിന്തുണ തേടിയിട്ട് ഷൗക്കത്തിനെ തോൽപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രകാശിനോട് അദ്ദേഹം ജയിച്ച് നാമമാത്രമായിട്ടുള്ള വോട്ടിനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹത്തിന് അറിയാം ഇനി അവിടെ മത്സരിച്ചാൽ പരാജയമായിരിക്കും, അപ്പോൾ അവിടെ മത്സരിക്കില്ല. അദ്ദേഹം തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടത് പശ്ചിമ ബംഗാൾ പോയിട്ട് നേടിയിട്ടുണ്ട്. കോൺഗ്രസ്സിനകത്ത് വന്നിട്ട് അല്ലെങ്കിൽ UDF-നകത്ത് വന്നിട്ട് സഹായിക്കാം, അടിയൻ ലച്ചിപ്പോം എന്ന് പറയും. പക്ഷേ അതേ സമയത്ത് തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ ഒരു ചവിട്ടിയിട്ട് അദ്ദേഹം ആര്യാടൻ അവിടെ നിലമ്പൂരിൽ നിന്നും ജയിക്കാൻ പാടില്ല എന്ന കൃത്യമായ ദൗത്യം കൂടി അൻവർ ഇതിലൂടെ ലക്ഷ്യമിടുന്നതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.